ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുകയാണ്. ഈ സുഖവിവര അന്വേഷിക്കലൊക്കെ നമ്മൾ ആദ്യത്തെ 2-3 എപ്പിസോഡിൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. എന്തായാലും ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഇതൊക്കെ അന്വേഷിക്കുന്നത് പോലും. എന്തായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എഫേർട്സ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. ചുമ്മാ ഒരുപാട് കുറേ പ്രോമിസൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കത് ചെയ്ത് കാണിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു കാര്യം ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ചില ആൾക്കാർ ഒരുപാട് പ്രോമിസൊക്കെ തന്നിട്ട് ഇട്ടേച്ച് പോകുന്നതും പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരം ഇല്ലാണ്ടാവുന്നതൊക്കെ ചിലപ്പോഴൊക്കെ സെയിം മിസ്റ്റേക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. ഈ ഫീലിങ്സ് ഒക്കെ വൺ സൈഡായി പോകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഡെപ്തൊക്കെ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതെന്നുള്ളത്. നമ്മളവരെ ഒരുപാട് സ്നേഹിക്കുന്നു, അവരെ കാണാനായിട്ട് അവരുടെ അടുത്തൊന്ന് സംസാരിക്കാനായിട്ടൊക്കെ ഒരുപാട് ടൈം കണ്ടെത്തുന്നതൊക്കെ. പക്ഷേ അവർക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമായി പോകുന്ന ഒരു അവസ്ഥ എന്നുള്ളത്. അവർക്ക് സംസാരിക്കാനും കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. നമ്മളൊരു ഓപ്ഷൻ മാത്രമാകുന്ന ആ ഒരു അവസ്ഥ എന്നുള്ളത്. അവർ നമ്മളെ മൈൻഡാക്കുന്നില്ലയോ എന്തോ ആവട്ടെ, എന്നിട്ടും നമ്മൾ അവരുടെ അടുത്ത് ആ ഒരു എഫേർട്സ് ഇടുന്നു. അവരെ കാണാനും ഒന്ന് കുറച്ച് ടൈം അവരുടെ കൂടെ കിട്ടാനായിട്ട് ഒരുപാട് സമയം നമ്മൾ നോക്കിയിരിക്കുന്നു എന്നുള്ളത്. ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സൊക്കെ പോയി കഴിയുമ്പോൾ, അതങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. ഇറ്റ്സ് ജസ്റ്റ് യു ഹു പുട്ടിങ് ദ എഫേർട്സ്. അവർക്ക് നീ ഒരു ഓപ്ഷൻ മാത്രമാവും. ഞാൻ എവിടെയോ വായിച്ചൊരു കാര്യമാണ് നെവർ ബി ആൻ ഓപ്ഷൻ ടു സംവൺ എന്നുള്ളത്. ഓപ്ഷൻ മാത്രമായി കഴിയുമ്പോൾ അതിലൊരു ട്രൂ ഫീലിങ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നൊക്കെ അറിയാമെന്നൊക്കെ അങ്ങനെ ഒരു തോട്ടിലായിരിക്കും ചിലപ്പോൾ വരുന്നത് എന്നുള്ളത്. ഒരിക്കലും ഒരു ഓപ്ഷൻ ആവാതെ ഒരു ചോയ്സായി മാറാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ ആ ഒരു ഫീലിങ്സാണ്. അത് മാത്രമാണ് അവരെത്രമാത്രം നമ്മൾക്ക് സ്പെഷ്യൽ ആക്കിയെന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ എഫേർട്സും ടൈമും ഒക്കെ എത്രമാത്രം വേസ്റ്റ് ആയി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ചൂസിങ് ദ റൈറ്റ് വൺ എന്നുള്ള അത്ര എളുപ്പം പറ്റുന്ന പരിപാടിയൊന്നുമല്ല. പക്ഷേ ഞാൻ ഇതൊരു ഇൻ്റർവ്യൂവിൽ കേട്ടൊരു കാര്യമാണ്. ഇഫ് യു വാണ്ട് ടു ബി വിത്ത് ദ റൈറ്റ് പേഴ്സൺ യു ഹാവ് ടു ബി വിത്ത് ദ റോങ് പേഴ്സൺ എന്നുള്ളത്. റീസൺ വളരെ സിമ്പിളാണ്. ഏത് നിങ്ങൾക്ക് പറ്റില്ല, എന്ത് നിങ്ങൾക്ക് നിങ്ങളുടേതല്ല, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അതൊക്കെ മനസ്സിലാകുന്നുള്ളത് ഈ ഒരു ടൈമിലായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒരു റോങ് റിലേഷൻഷിപ്പിൽ പോയിട്ട് പെട്ട് പോകാനോ അല്ലെങ്കിൽ പോയി ചാടാനോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് പേഴ്സണലി ഓക്കെ ആണെന്ന് ഉറപ്പുള്ള ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാന്നുള്ളതാണ്. മ്യൂച്വലി അത് കൊണ്ടുപോകാൻ ഇൻട്രസ്റ്റഡ് ആയ, എന്താ പറയുക, നിങ്ങൾക്ക് സ്ട്രെസ് ഒന്നും തരാത്ത ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ജനറേഷൻ പെട്ടെന്ന് വീണ് പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫാൻസി തിങ്സ് എന്ന് പറയാമല്ലോ. ടാറ്റൂ, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, ബൈക്കേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊന്നും മോശമാണ് അല്ലെങ്കിൽ ഇവരെല്ലാം മോശമാണെന്ന് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇന്നലെ എൻ്റെ ഒരു അമ്മയ്ക്കൊരു മൈനർ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ കണ്ട കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഒരു 19 year old ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അബോട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ആ കുഞ്ഞു കുട്ടിയില്ലേ, അതിനുശേഷം ആ കുഞ്ഞുകുട്ടി ഒരു ബോട്ടിലാക്കിയിട്ട് അതിൻ്റെ ചെറിയ, എന്താ പറയുക, ചെറുതായിട്ട് കൈയൊക്കെ അനങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നേഴ്സുമാർ ഇവരോട് പറയുന്നത് കേട്ടതാണ്. അമ്മയോട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെ പേഴ്സണൽ ചോയ്സ് ആണെന്ന് പറഞ്ഞാലും ഒരു മോറൽ വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ മനുഷ്യനായി കഴിഞ്ഞാൽ. ഇഫ് യു കാൻ ടേക്ക് കെയർ ഓഫ് ദം, പിന്നെ എന്തിനാണ് ഈസ് ദാറ്റ് ജസ്റ്റ് ഫോർ എ മിനിറ്റ്സ് ഓഫ് പ്ലഷർ. ആൻഡ് ഇതിൽ നിന്നൊക്കെ എന്ത് ബെനിഫിറ്റ്സ് ആണ് എനിക്ക് ഉണ്ടായത്. ചൂസിങ് ദ റൈറ്റ് വൺ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ടാവുന്നല്ല. ഇറ്റ്സ് യുവർ ചോയ്സ്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി നിൽക്കുക. ആഫ്റ്റർ ദാറ്റ് അവർ കടന്നു പോയേക്കാവുന്ന ഒരു ട്രോമ എപ്പോഴെങ്കിലും നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് എഫേർട്സ് മാറ്റേഴ്സ് എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ് എവിടെയൊക്കെയോ എത്തി. യെസ്, എഫേർട്സിലേക്ക് വരാം. എഫേർട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ് അല്ലേ. ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങളാവും. ചില ആൾക്കാർക്ക് അവരെ കാണാനായിട്ട്, അവരുടെ കൂടെ സംസാരിക്കാനായിട്ട്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാവും. ചിലപ്പോൾ നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അവൈലബിൾ ആയിരിക്കുക, ഒന്ന് ഇമോഷണലി അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് മാത്രമാവും ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അവർ ഡ്രീംസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാവും. അവരെ അച്ചീവ്മെൻറ്റ്സൊക്കെ ഒരുമിച്ചിട്ട് ആഘോഷിക്കുക എന്നുള്ളതാവും. ചില ആൾക്കാർ പറയും ഞാൻ എപ്പോഴും ഉണ്ടാവും, എന്തിനും കൂടി ഉണ്ടാവും, നീ ഒന്നും വിഷമിക്കേണ്ടെന്നൊക്കെ. ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഫേക്ക് പ്രോമിസസ്. ഫേക്ക് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഈ ഒരു പ്രോമിസൊക്കെ കൊടുത്തിട്ട് പോകുന്ന മെജോറിറ്റി ആൾക്കാരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ചുമ്മാ ഫേക്ക് പ്രോമിസൊക്കെ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും, അവരെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിൽ അത് ഡയറക്റ്റ് സംസാരിച്ചിട്ട് ഒരു നല്ല ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ചില ടോക്സിക് റിലേഷൻസ് ഉണ്ട്. ലൈക്ക് അവരെന്ത് പറയുന്നു അതുപോലെ ചെയ്യണം, അവരോട് പറഞ്ഞ് എന്തും ചെയ്യാവുന്നൊക്കെ തുടങ്ങിയിട്ട് കുറേ അനാവശ്യമായ അൺഹെൽത്തി ഡ്രാമാസ്. ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടേതായ ചോയ്സ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. ഈ ഫ്രീഡത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, നിന്നെ ഞാൻ അതിന് സമ്മതിക്കുന്നില്ല, ഇതിന് സമ്മതിക്കുന്നില്ല, അത്യാവശ്യം ഫ്രീഡം തന്നിട്ടില്ല പോകുന്നതെന്നൊക്കെ. ഈ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവം ഇത് വല്ലവരും തരേണ്ട കാര്യമാണോ? ഇതൊക്കെ നിൻ്റെ അവകാശമല്ലേ, നിൻ്റെ റൈറ്റ് അല്ലേ എന്നുള്ളതാണ്. നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് അതിന് തക്കതായ റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലായിരിക്കുക എന്നുള്ളതാണ്.
ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതിനിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ നമ്മുടെ സ്കൂളിൽ പഠിച്ച ആൾക്കാർ സീനിയേഴ്സിനൊക്കെ കാര്യം പറയുമായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാരും കല്യാണം കഴിഞ്ഞ് പോകുന്നതൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഗോസിപ്പ് പറയുന്ന പോലെ പറഞ്ഞതാണ്. പക്ഷേ എന്താ പറയുക, ലൈക്ക് അവിടെ ആ സ്കൂൾ ടൈമിലുണ്ടായ സെയിം റിലേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്ന അങ്ങനത്തെ കാര്യങ്ങൾ. എല്ലാവരും ലവ് മാരേജ് ചെയ്യട്ടെ എന്നുള്ളതാണ് അവൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ പാർട്ട്ണറുടെ കൂടെ ഹാപ്പിയായി ജീവിക്കട്ടെ എന്നുള്ളത്. ഇതിനടുത്തൊരു നിയമം കൂടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, റിലീജിയൻ ഒരു പ്രശ്നമല്ല എന്നുള്ളത്. അതായത് മാരേജ് രജിസ്റ്റർ ചെയ്യാനായിട്ട് റിലീജിയൻ ഇനി ഒരു പ്രശ്നമല്ല എന്നുള്ളത്. ഇതൊക്കെ കയ്യടി അറിയിക്കുന്ന കാര്യങ്ങളല്ലേ. ലവ് ഈസ് എ റിലീജിയൻ, ലവ് ഈസ് എവറിത്തിങ് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ മതമോ ജാതിയോ ജെൻഡറോ ഒന്നുമല്ല, എല്ലാത്തിൻ്റെയും മുകളിൽ അവരുമായിട്ടുള്ള പ്രണയമാണ്, സ്നേഹമാണ് എന്നുള്ളതാണ്. നമ്മൾ ചില ആൾക്കാരെങ്കിലും ഒരു റിലേഷൻഷിപ്പിനായിട്ട് ഒരു റഷ് ആവാറുണ്ട്, ഐ മീൻ തിടക്കം കൂട്ടാറുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇനിയൊന്നും വേണ്ട, ഞാൻ ഇനി വീട്ടുകാർ പറയുന്ന പോലെ നിൽക്കാം എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കുറച്ച് ടൈം കൊടുക്കുന്നതിലാണ്. റൂബി ദാലിൻ്റെ ഒരു പോയമുണ്ട്, വൺ ഡേ someone will walk into your life and no matter what they will never leave you aside and that is when you will realize that true love stays and it always stays എന്നുള്ളത്. ഒരു ദിവസം നിൻ്റെ ആൾ നിൻ്റെ അടുത്തേക്ക് വരും, എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ, ദ ട്രൂ ലവ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ആ ഒരു റോങ് റിലേഷൻഷിപ്പൊക്കെ, ആ ഒരു പാസ്റ്റൊക്കെ അതൊക്കെ തന്നെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ്, തന്നെ ബോൾഡ് ആക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളത്. ഗിവ് സം ടൈം ബ്രദർ, എല്ലാം ഓക്കെ ആവും എന്നുള്ളതാണ്. ഓക്കെ ആയില്ല എഴുതേ, ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് തീർത്തും. എന്തായാലും എനിക്കറിയാം ഇത് ഓക്കെ ആവുന്നത്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ബെറ്റൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിലാവുന്ന ടൈമിൽ നമ്മൾ പല കോംപ്രമൈസൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ പല ആൾക്കാർ പറയുന്നതായിട്ട് എനിക്ക് കേൾക്കാറുണ്ട്. പക്ഷേ എന്ന് വെച്ച് നിങ്ങളാരും നിങ്ങളുടെ ഡ്രീംസോ കാര്യങ്ങളോ ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാമെന്നുള്ളതാണ്. ഇനി അതൊന്നും സപ്പോർട്ട് ചെയ്യാത്ത പാർട്ട്ണറാണെങ്കിൽ ഇപ്പോൾ ഓടിക്കോ. ട്രൈ ടു ബി വിത്ത് ദ ഗുഡ് പീപ്പിൾ ടു. നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, നിൻ്റെ ഒപ്പീനിയൻസ് വാല്യൂ ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന, ഹാപ്പിനെസ് ആയാലും സങ്കടമായാലും അതൊക്കെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ. ആൻഡ് എനിക്ക് ഈ എഫേർട്സ് കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിലൂടെ. അവരെനിക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നത്, ഞാൻ കംഫർട്ടബിൾ ആകാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നതും ആൻഡ് എൻ്റെ ഒപ്പീനിയൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, എന്നെ ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, എന്നെ കറക്റ്റ് ചെയ്യുന്നത് എന്ന് പറയാം. ചിലപ്പോൾ ഒക്കെ ഓരോ കാസ്റ്റിംഗ് കോൾസും ജോബ് പോസ്റ്റൊക്കെ അയച്ചു തരുന്ന ആൾക്കാർ വരെയുണ്ട്. ആക്ച്വലി ഞാൻ ഈ കാസ്റ്റിംഗ് കോൾസൊന്നും അതിങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ഇവരോടൊക്കെ ഞാൻ പറയുന്നത്, ഇവന്മാർ ഓരോ ദിവസവും ഓരോ കാസ്റ്റിംഗ് കോൾ ഇങ്ങനെ അയച്ചു തരും. അപ്പോൾ ഇവന്മാരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്കിൽ അത്രയും കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞ് ആക്ടിങ്ങിലൊക്കെ കിടക്കുമെന്നുള്ളതാണ്. ആക്ടിങ് പാഷനായിരുന്നു എന്നല്ല, ഇപ്പോഴും അതെ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ, നടക്കുമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഹാർഡ് ടൈംസിൽ കൂടെ നിന്ന് കുറച്ച് പേരുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഗ്രീൻ സർക്കിൾ പരിപാടി ഉണ്ടല്ലോ, ഈ ക്ലോസ് ഫ്രണ്ട്സ്. സാധാരണ ആൾക്കാരൊക്കെ ഈ നോൺ ജഡ്ജ്മെൻറ്റൽ പീപ്പിളിനെയാണല്ലോ അതിൽ അകത്തേക്ക് ഇടാറുള്ളത് എന്നുള്ളത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് ഈ ഗ്രീൻ സർക്കിൾ തുറക്കുമ്പോഴൊക്കെ ഒന്നുകിൽ അവരെ ഗേൾ ഫ്രണ്ട് കൂടിയോ ബോയ് ഫ്രണ്ട് കൂടിയോ ഉള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ അവർ ഡ്രിങ്ക് ചെയ്യുന്നയോ സ്മോക്ക് ചെയ്യുന്നതൊക്കെ ഫോട്ടോസ്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റ് വളരെ ചെറുതാണ്, 8 പേരാ കണ്ടേ ഉള്ളൂ. പേരൊന്നും പറയില്ല, അത് അവിടെ കിട്ടെ, കാണുന്നവർക്ക് അറിയാലോ എന്നുള്ളത്. എന്തായാലും പറഞ്ഞു തുടങ്ങിയത് എഫേർട്സ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആയിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കും ഇതുപോലെ ഉള്ള ആൾക്കാരുണ്ടാവട്ടെ, ഫേക്ക് പ്രോമിസസിന് പകരമായിട്ട് കൂടെ നിൽക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവട്ടെ. അവരെ നിങ്ങളും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണോ. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറി വിസാക്ഷിയാണ്, കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സീസൺ ഇതോടെ അവസാനിക്കുകയാണ്. എന്തായാലും പുതിയൊരു സീസണിൽ പുതിയ ടോപ്പിക്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.